ഇന്നത്തെ വീഡിയോ എന്തിനാന്ന് വെച്ചാ ഒരു ഹാപ്പി ന്യൂസ് നിങ്ങളോട് പറയാനുണ്ട്. നമ്മുടെ വീട്ടില് ഒരു അംഗം കൂടി വരികയാണ് കേട്ടാ. അതുപോലെ തന്നെ ഒരു വിഷമം കൂടി ഉണ്ട്. നമ്മുടെ വീട്ടില് കുറെ കാലമായിട്ടുള്ള ഒരു അംഗം പോവുകയാണ് ഇവിടുന്ന് നമ്മളെ വിട്ട്. എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവല്ലോ. ഓൾറെഡി ഞാൻ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇട്ടിരുന്നു. അപ്പൊ എന്താന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കത്തിയിട്ടുണ്ടാവും. അതെ, നമ്മളൊരു ഇലക്ട്രിക് കാർ എടുക്കാണ്, നമ്മുടെ കിയക്കൂട്ടനെ കൊടുക്കുകയാണ് കേട്ടാ. നമ്മുടെ വീട്ടിലെ ആദ്യത്തെ കാറ് അല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്ന ആദ്യത്തെ കാർ എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ഉള്ള ഒരു സംഭവമാണ് അല്ലെ. അതുപോലെ തന്നെ കിയോട് ഞങ്ങൾക്ക് അത്രയും അറ്റാച്ച്മെന്റും സ്നേഹമൊക്കെ ഉണ്ട് കേട്ടാ. ഞങ്ങളുടെ കിയമോൻ മോശമായത് കൊണ്ടല്ല കേട്ടോ ഞങ്ങൾ പുതിയ EV എടുത്തത്. പെട്രോൾ പൈസ താങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ്. ചേട്ടന് ഒരുപാട് ഓട്ടം വരുന്നതുകൊണ്ട് തന്നെ മാസം നല്ലൊരു തുക പെട്രോളിന് പോണുണ്ട്. നമ്മുടെ വീട്ടില് സോളാർ ഉള്ളപ്പോ നമുക്ക് ഇലക്ട്രിക് കാർ ആയിരിക്കുമല്ലോ നല്ലത്. അതുകൊണ്ടാണ് നമ്മളൊരു ഇലക്ട്രിക് കാർ എടുക്കാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് കേട്ടാ. അല്ലാതെ കിയക്ക് വേറെ ഒരു പ്രശ്നങ്ങളില്ല. അത്ര അടിപൊളി വണ്ടിയാണ് കേട്ടോ കിയ. എന്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് കിയ എന്ന് പറയണത്. കാണാനുള്ള ഒരു ലുക്ക് മാത്രല്ല, ആളുടെ കൂടെയുള്ള എല്ലാ യാത്രകളും അടിപൊളിയാണ്. പിന്നെ എന്താ ചെയ്യാ, നമ്മുടെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചുള്ള മാറ്റങ്ങൾ അനിവാര്യമാണല്ലോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലെ പുതിയ അതിഥി ഇവനാണ് EV9. മഹീന്ദ്രയുടെ വണ്ടിയാണ്. നമ്മുടെ കിയ കൂട്ടനെ ഒന്നും മിസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിട്ടേ അതേ കളറിലാണ് കേട്ടോ നമ്മൾ EV സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇവനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞങ്ങൾ വാങ്ങണം എന്ന് വിചാരിച്ചപ്പോ ഞാൻ ഇത്രയും വലിയ ഒരു കാറാണെന്നും ഇതിന്റെ ഉള്ളിൽ ഇത്രയധികം സ്പേസും ടെക്നോളജിയും ഉണ്ടെന്നൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായില്ല. എന്തായാലും തുടക്കമല്ലേ ആയിട്ടുള്ളൂ ഇവന്റെ കൂടെയുള്ള യാത്ര. അതുകൊണ്ട് ഇത്രയ്ക്കൊക്കെ എനിക്ക് അതിലുള്ള മാറ്റങ്ങൾ പറയാൻ അറിയുള്ളൂ. പിന്നെ ഇനി അവന്റെ കൂടെയുള്ള മുൻപോട്ടുള്ള യാത്രകളിൽ ഓരോരോ എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ നിങ്ങളോട് ഒരു റിവ്യൂ പറയാട്ടോ. പിന്നെ കുട്ടികളുടെ കാര്യം പറയാനാണെങ്കിൽ അവര് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ ആ മുകളിലെ ഗ്ലാസ് ഒക്കെ കണ്ടിട്ടേ. പിന്നെ എനിക്ക് തോന്നിയ കാര്യം എന്താന്ന് വെച്ചാ ആൾക്കൊരല്പം നീട്ടം കൂടുതലല്ലേ എന്ന് എനിക്ക് തോന്നിയിട്ടാ. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തത് എന്താന്ന് വെച്ചാ നമ്മുടെ കിയ കിടന്ന കാർ പോർച്ചിൽ ഇവനെ കൊണ്ടുവന്നിട്ടപ്പോഴാണ് കേട്ടാ. എന്തായാലും പുതിയ അംഗത്തിനെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോന്നിട്ടുണ്ട്. ഇനി അടുത്ത ദിവസം ഒരു വാഹന പൂജയൊക്കെ ചെയ്തിട്ട് ആളെ കളത്തിലേക്ക് ഇറക്കാനാണ് പ്ലാനിങ് കേട്ടാ. നമ്മുടെ കിയ കൂട്ടനെ കൊടുക്കുന്നതേ വേറെ ആർക്കും അല്ല, ഭദ്രമായ കൈകളിലേക്കാണ്. അതാണ് നമുക്കുള്ള ഒരു ആശ്വാസം. നമ്മുടെ രമ്യേച്ചിക്ക്, രമേശ് ഏട്ടനും മണിക്കുട്ടിക്കാണ് കേട്ടാ കിയ കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഈ ദിവസത്തെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവരൊന്ന് പോയി കണ്ടോളൂ കേട്ടാ.